ഹായ് ഓൾ. നമുക്ക് കോച്ചിങ് എന്താണ്, കൗൺസിലിംഗ് എന്താണ്, മെൻറ്ററിങ് എന്താണ്, കൺസൾട്ടിങ് എന്താണ്, ഇതിനെ നമുക്കൊന്ന് തരംതിരിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നാലിൻ്റെ പർപ്പസ് പറയുമ്പോൾ, കോച്ചിങ് സാധാരണഗതിയിൽ ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. കൗൺസിലിംഗ് അങ്ങനെയല്ല. കൗൺസിലിംഗ് പലപ്പോഴും വരുമ്പോൾ ഒരു ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൻറ്ററിങ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മെൻറ്റീനെ ഗൈഡ് ചെയ്യുകയാണ്, മെൻറ്റിയുടെ കരിയറിൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കയറാനായിട്ട്. കൺസൾട്ടിങ്ങിനാണെങ്കിൽ ഒരു എക്സ്പെർട്ട് നോളജുള്ള ഒരു ഗ്രൂപ്പോ ഒരാളോ ഒരു സ്പെസിഫിക് പ്രോബ്ലം, പ്രത്യേകിച്ച് ബിസിനസ് പോലുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു എക്സ്പെർട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരുന്നതാണ് നമുക്ക് കൺസൾട്ടിങ്ങിനകത്ത് നടക്കുക. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എടുത്ത് നോക്കുമ്പോൾ കോച്ചിങ്ങിനകത്ത് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കോച്ചിങ് തന്നെയാണെങ്കിൽ ഒരു 300 സബ്ജക്റ്റോളം വരും. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് വരും. ആ സമയത്ത് നമുക്ക് ഈ കൗൺസിലിങ്ങിനകത്ത് എപ്പോഴും ഇമോഷണൽ ഇഷ്യൂസ് ഓർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. മെൻറ്ററിങ്ങിനകത്ത് വരുമ്പോഴത്തേക്കും ഈ കരിയറുമായിട്ടുള്ള സ്കില്ല് ഡെവലപ്മെൻറ്റ് മാത്രമാണ് വരുന്നത്. ആ സമയത്ത് കൺസൾട്ടിങ്ങിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട്, പ്രത്യേകിച്ചും ബിസിനസ്സോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട അറിവ് കൊടുക്കുന്ന ഒരു മേഖലയായിരിക്കും. ഇനി ഇതിൻ്റെ എക്സ്പെർട്ടീസ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോച്ചിങ്ങിനകത്ത് എപ്പോഴും ടിപ്പിക്കലി ട്രെയിൻഡ് കോച്ചിങ് ടെക്നിക്സിനകത്താണ് അതിൽ ട്രെയിൻഡ് എക്സ്പേർട്ടായിട്ടിരിക്കുന്നത്. കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് അതിനുള്ള സൈക്കോളജി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും. ഇനി മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ ആ പർട്ടിക്കുലർ ഫീൽഡിൽ ഏത് ജോലിയാണോ ആ ജോലിയിൽ മെൻറ്റി ചെയ്യുന്ന ജോലിയുടെ അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ നിന്നായിരിക്കും നമ്മൾ ഈ പറഞ്ഞ സഹായം എടുക്കുന്നത്. കൺസൾട്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ അതിന് ഡൊമൈൻ ആരാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടിങ് കമ്പനിയാണ്. അതല്ലെങ്കിൽ ഏണസ്റ്റ് ആൻഡ് യങ്, അല്ലെങ്കിൽ മക്കിൻസി, KPMG, ഇവരൊക്കെ ലോകത്തിലുള്ള വലിയ കൺസൾട്ടിങ് കമ്പനികളാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ കൺസൾട്ടിങ് വേണമെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഒരാൾ വന്ന് അത് നടപ്പിലാക്കി തരുന്ന കാര്യമായിരിക്കും അവർ കൺസൾട്ടിങ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇത് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ കോച്ചിങ് മോറോർലെസ് ഒരു പാർട്ട്ണർഷിപ്പ് പോലെയാണ്. നമുക്കൊരു അതിനൊരു ഫോർമലായിട്ടൊരു എഗ്രിമെൻറ്റും ഒക്കെ സൈൻ ചെയ്തിട്ടാണ്. കൗൺസിലിംഗ് ആണെങ്കിൽ ഒരു തെറാപ്യൂട്ടിക്, നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മെൻറ്ററിങ് ആണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ റിലേഷൻഷിപ്പാണ്, അയാളെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതാണ്. ഇനി കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ അവിടെ ഒരു ക്ലയൻറ്റും എക്സ്പേർട്ടും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും റിലേഷൻഷിപ്പുമാണ്. ഇനി ഇപ്പോൾ ഇതിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ കോച്ചിങ്ങിനകത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ രാജ്യത്തെയും കണക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നമുക്ക് ഇത് ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ IFC അവരുടെ കണക്കനുസരിച്ച് 2020 അവർക്ക് 42,000 മെമ്പേഴ്സാണുള്ളത്. US ബേസ്ഡ് ആയിട്ടുള്ള ഈ ICF-ന് 42,000 മെമ്പേഴ്സാണ് ഉള്ളത്. ഇനി US-ൽ തന്നെ കണക്കനുസരിച്ച് കൗൺസിലേഴ്സ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള US-ൽ മാത്രം കൗൺസിലിങ്ങിൽ വർക്ക് ചെയ്യുന്നത് 3 ലക്ഷം കൗൺസിലേഴ്സാണ്. കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ട്. ഈ മെൻറ്റേഴ്സിനെ കുറിച്ച് കൃത്യമായ കണക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ കൺസൾട്ടിങ്ങിനാണെങ്കിൽ നമുക്ക് അതും കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ഈ 4 പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ മണി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അത് കൺസൾട്ടിങ്ങിനാണ്. ഫോർ എക്സാമ്പിൾ കൺസൾട്ടിങ് ബിസിനസ് ഇൻ ദ വേൾഡ് $hundreds of billions ആനുവലി അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്യൂറേഷൻ എടുക്കുമ്പോൾ ഇത് 4 ഡ്യൂറേഷൻ എടുക്കുമ്പോൾ ഈ കോച്ചിങ് പലപ്പോഴും 6 മാസം 1 വർഷമൊക്കെ ആയിരിക്കും നമ്മൾ കോച്ചിങ് എടുക്കുക. ആ സമയത്ത് കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ചിലപ്പം ഒറ്റ പ്രാവശ്യം എടുത്താൽ മതിയാവും.
റിലേഷൻഷിപ്പിൽ തന്നെ 1-2 പ്രാവശ്യം എടുത്ത് ചിലപ്പോൾ അപൂർവമായിട്ട് നമുക്ക് ലോങ്ങർ ടൈം എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ മെൻറ്ററിങ്ങിനകത്ത് അങ്ങനെ ഒരു സെറ്റ് ഡ്യൂറേഷൻ ഒന്നുമില്ല. ഇവർ രണ്ടുപേരോട് ആലോചിച്ച് എടുക്കുന്ന മെൻറ്റി കംഫർട്ടബിൾ ആകുന്നവരത്തേക്കും. കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പലപ്പോഴും ഷോർട്ട് ടൈമാണ്, ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി ക്ലയൻറ്റിൻ്റെ ഗോൾസ് ഈ 4ലും എടുക്കുമ്പോൾ കോച്ചിങ്ങിനകത്ത് ക്ലയൻറ്റിനൊരു ഗോളുണ്ട്. ആ ഗോള് എങ്ങനെയും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കോച്ച് സഹായിക്കലാണ്. ഇനി കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂവിന് പരിഹാരം സോൾവ് ചെയ്യുക. മെൻറ്ററിങ്ങിനകത്താണ് കരിയർ ഡെവലപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ കരിയറിൽ ഉയരുക എന്നുള്ളതാണ്. ഇനി കൺസൾട്ടിങ്ങിനകത്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് സിസ്റ്റമാക്കി കൊടുക്കുകയും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലോ ബിസിനസ്സിനകത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കലാണ് മിക്കവാറും കൺസൾട്ടിങ്ങിനകത്ത് നടക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഓരോ മേഖല എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഏതിനാണ് എംഫസിസ്, ഈ ഏത് കാര്യത്തിലാണ് ഈ 4 കൂട്ടരും എംഫസൈസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചിങ്ങിനകത്ത് കൂടുതലും ഡിസ്കവറി ആൻഡ് ഗ്രോത്ത് ആണ്. അയാളുടെ കഴിവുകൾ പൊട്ടൻഷ്യാലിറ്റി കണ്ടെത്തി അയാൾക്ക് വലിയൊരു ഗ്രോത്ത് ലാഭമാണ്, കോച്ചീസിന് ഭയങ്കര ലാഭമാണ്. കൗൺസിലിങ്ങിനകത്ത് പ്രധാനമായിട്ടും ഹീലിംഗ് ആണ്. അപ്പോൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. മെൻറ്ററിങ്ങിനകത്ത് ഒറ്റ പർപ്പസേ ഉള്ളൂ, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഇനി കൺസൾട്ടിങ്ങിനകത്ത് ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി, 4-നകത്തും കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അവിടെ കോച്ചിങ്ങിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യാലിറ്റി. ഇപ്പം ഞാനും പറയാറില്ല, എനിക്ക് ഒത്തിരി നേരത്തെ മുതലുള്ള കോച്ചീസ് ഉണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും ഇന്ന ആൾക്കാർക്ക് ഞാൻ കോച്ചിങ് കൊടുക്കണമെന്ന് ഒരിക്കലും പറയാറില്ല. ഇനി കൗൺസിലിങ്ങിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റാൻഡേർഡാണ്. കാരണം ഇപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടർ ജിജി ഒരുപാട് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, പക്ഷേ ആ കൗൺസിലിങ്ങിനകത്ത് നടക്കുന്ന ഡിസ്കഷൻസ് ഒന്നും എൻ്റെ അടുത്ത് പറയാറില്ല. പക്ഷേ ചിലപ്പോൾ ഒരു പ്രോബ്ലം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിൻ്റെ അടുത്ത് ക്ലയൻറ്റ് ആരാന്ന് പറയാതായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മെൻറ്ററിങ്ങിനകത്താകുമ്പോഴത്തേക്ക് ഇതങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമില്ല. കോൺഫിഡൻഷ്യാലിറ്റി ചിലപ്പം മെൻറ്റർക്ക് വേണേൽ ബാക്കിയുള്ളവരെ ഇരുത്തിക്കൊണ്ട് പറയാം, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ കൺസൾട്ടിങ്ങിനകത്തും പൊതുവെയുള്ള തത്വം ഈ ക്ലയൻറ്റ് ആരാന്നുള്ളത്, ഇല്ല ക്ലയൻറ്റ് ആണെങ്കിലും ഇന്ന കൺസൾട്ടിങ് ഉണ്ടെന്ന് സാധാരണ പറയാറില്ല. ഇനി ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്ന കോച്ചിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസും ഫീഡ്ബാക്കും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിൽ എത്തിക്കുന്നത്. ഓരോന്നും തുറന്നെടുക്കാനായിട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ബെസ്റ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിങ്ങിനകത്താണെങ്കിൽ തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഉപയോഗിക്കുന്ന, ഇൻ്റർവെൻഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ കൂടുതൽ നോളജ്, ആ നോളജ് ഷെയർ ചെയ്ത് കൊടുത്ത എക്സ്പീരിയൻസ് നേരിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഈ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്ന ചില മെത്തഡോളജീസ് ഉണ്ട്, ആ മെത്തഡോളജി കൂടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് വന്നു കഴിയുമ്പോൾ ഈ 4 കൂട്ടരിൽ ഏതാണോ അവരെ നമുക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഇനി ഇതിനെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? കോച്ചിങ്ങിനകത്ത് നമ്മൾ നോക്കുന്നത് അയാൾക്ക് സ്കില്ല് കൊടുക്കാൻ പറ്റുമോ, അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണെങ്കിൽ ഈ കോച്ച് സക്സസ്ഫുള്ളാണ്. കൗൺസിലിങ്ങിനകത്ത് ഈ വന്ന കൗൺസിലിയുടെ പ്രശ്നം പരിഹരിച്ചോ, ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തോ. ഇനി മെൻറ്ററിങ്ങിനകത്ത് ആസ്പിറേഷൻസ് എത്തിയോ, നീഡ് സാറ്റിസ്ഫൈ ചെയ്തോ. ഇനി അതല്ല, നമുക്ക് കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആ പ്രശ്നത്തിന് പറഞ്ഞിരിക്കുന്ന അത്ര റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയോ. ഇനി ഈ ട്രെയിനിങ്, ഇതിനകത്ത് ട്രെയിനിങ് ഇവർക്കുള്ള ഈ 4 കൂട്ടർക്കുള്ള ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കോച്ച് സാധാരണഗതിയിൽ ഒരു എങ്ങനെയാണ് കോച്ചിങ് കൊടുക്കുന്നത് എന്നുള്ളതിന് ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആദ്യം ട്രെയിനിങ് എടുത്ത് കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഏതാണ്ട് 1 ഇയറോളം ഫോളോ അപ്പ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ്, അങ്ങനെ ഒരു വില്ലിങ് ആയിട്ടുള്ള ഒരു അത്രയും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോച്ചിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കൗൺസിലിംഗ് ആണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ട്രെയിനിങ്ങിന് ശേഷമാണ് ഈ പറഞ്ഞ കൗൺസിലിംഗ് എടുക്കേണ്ടത്. ഇനി മെൻറ്റേഴ്സ് ആണെങ്കിൽ അവർക്കിങ്ങനെ പ്രത്യേകമായിട്ട് ഈ പ്രൊഫഷണൽ
എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ മേഖലയിൽ അറിവുള്ളതുകൊണ്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൺസൾട്ടിങ്ങിനകത്താണ് അങ്ങനെയല്ല. ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും ലൈസൻസിങ്ങും എല്ലാം ഉണ്ടാകും. അത് $1 ബില്യൺ ഇൻഡസ്ട്രിയാണ് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ മാത്രം 30,000-ൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം കൺസൾട്ടിങ് ഇൻഡസ്ട്രി എത്രമാത്രം വലുതാണ്. അപ്പോൾ എല്ലാവർക്കും പോയി അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ല. കാരണം ആ ഗ്രൂപ്പിൽ ചേർന്നെങ്കിൽ മാത്രമേ വേൾഡിലുള്ള നോളജ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ലൈസൻസിങ് നോക്കുമ്പോൾ ഈ കോച്ചിങ്ങിന് ലോകത്തിൽ ഒരിടത്തും ലൈസൻസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ആ വിഷയത്തിൽ നല്ലപോലെ പഠിച്ച ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പം ഞാനുമായിട്ട് എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ആ സർട്ടിഫിക്കേഷൻ തന്നെയാണ് അവരുടെ ഓതൻറ്റിസിറ്റി. അല്ലാതെ അസോസിയേഷനിൽ ചേർന്നെന്നോ ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷനിൽ ചേർന്നെന്നോ അങ്ങനെയൊന്നും ഗവൺമെൻറ്റിനകത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള റെഗുലേഷനും നമ്മൾ കോച്ചിങ്ങിനകത്തില്ല. പക്ഷേ ആൾക്കാർ വിശ്വസിക്കണമല്ലോ. അപ്പം നല്ലപോലെ ബ്രാൻഡുള്ള ഒരു മാസ്റ്റർ കോച്ചിൻ്റെ അടുത്ത് നമുക്കത് കിട്ടുക എന്നുള്ളതാണ്. ഇനി കൗൺസിലിങ്ങിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രധാനമായിട്ടും ഇതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിയിൽ ഒരു ഡിഗ്രി വേണം. ഓക്കെ. പിന്നെ ചില മെൻ്റലി ചാലഞ്ചഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ ഓഫ് ഇന്ത്യ ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയുണ്ട്. അവരുടെ പ്രത്യേക ട്രെയിനിങ് ഒക്കെ എടുത്തിരിക്കണം, നിയമമുണ്ട്. ഇനി മെൻറ്റേഴ്സിനാണെങ്കിൽ ലൈസൻസിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഓക്കെ. കൺസൾട്ടിങ്ങിനകത്ത് തന്നെ ഹ്യൂജ് കൺസൾട്ടിങ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ലൈസൻസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക റെഗുലേഷൻ ഇല്ല. ഇനി ഇതിന് റെഗുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ കോച്ചിങ് അങ്ങനെ റെഗുലേറ്റഡ് അല്ല. കൗൺസിലിംഗ് ഹെവിലി റെഗുലേറ്റഡ് ആണ്. എല്ലാ രാജ്യത്തും ഹെവിലി റെഗുലേറ്റഡ് ആണ്. പിന്നെ മെൻറ്ററിങ് മിനിമം റെഗുലേഷൻസ് ഒക്കെ ഉള്ളൂ. കൺസൾട്ടിങ്ങിനാണെന്നാണെങ്കിൽ ആ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ആ ഇൻഡസ്ട്രിയുടെ അസോസിയേഷൻസൊക്കെ പലപ്പോഴും റെഗുലേഷൻസ് കൊടുക്കും. ഇനി റോൾ ക്ലാരിറ്റി, ഈ 4 കൂട്ടരെ എടുക്കുമ്പോഴത്തേക്കും കോച്ചീസ് എപ്പോഴും എന്താ ചെയ്തെന്നാൽ അവരുടെ ക്ലയൻറ്റിനെ ഗൈഡ് ചെയ്യുകയാണ് സെൽഫ് ഡിസ്കവറിക്ക്, കണ്ടെത്തി നേടാനായിട്ട്. കൗൺസിലേഴ്സ് അങ്ങനെയല്ല. കൗൺസിലേഴ്സ് ഡയഗ്നോസിസ് നടത്തുകയാണ്. എന്നിട്ട് ആ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആ കണ്ടീഷൻസിൽ നിന്നും പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു കൊടുത്ത് അത് മാറ്റുകയാണ്. ഇനി മെൻറ്റേഴ്സിനകത്ത് പലപ്പോഴും മെൻറ്ററിൻ്റെ കഴിവുകൾ എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യുകയാണ്, അതിൽ കൂടെ ഗൈഡൻസ് കൊടുക്കുകയാണ്. ഇനി കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പ്രോബ്ലം അനലൈസ് ചെയ്ത് മോഡേൺ ടൂളുകൾ ഉപയോഗിച്ച് അവർക്ക് ഭയങ്കര ബോഡി ഓഫ് നോളജ്, വലിയ വലിയ യൂണിവേഴ്സിറ്റിയെ കഴിഞ്ഞ് ചിലപ്പോൾ കൂടുതൽ നോളജ് കാണും. അപ്പോൾ ആ നോളജ് അവരെടുത്തിട്ട് ഈ പർട്ടിക്കുലർ സ്പെസിഫിക് ഇതിന് വേണ്ടിയിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുകയാണ്, സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ റിസൾട്ട് ഔട്ട്കം നോക്കുകയാണെങ്കിൽ ഈ കോച്ചിങ്ങിനകത്ത് കോച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അച്ചീവിങ് ഡിസൈഡ് ഔട്ട്കം, ആ റിസൾട്ട് ഉണ്ടാകുക എന്നാണ്. ആ സമയത്ത് കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഇമോഷണൽ വെൽബീങ് ആണ് നോക്കുന്നത്. ആ സമയത്ത് മെൻറ്ററിങ് ആണെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടായോ എന്നുള്ളതാണ്. പിന്നെ ഈ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പ്രോബ്ലത്തിന് കൃത്യമായി ഒരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ റെസ്പോൺസിബിലിറ്റി നോക്കുമ്പോഴത്തേക്കും കോച്ചസിന് സാധാരണഗതിയിൽ കോച്ചസ് എൻകറേജ് ക്ലയൻറ്റ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. കോച്ച് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിന് ഡെഡ് ലൈനും ഇന്നതുപോലെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് കോച്ചിനെ തന്നെ റെസ്പോൺസിബിൾ ആക്കും. ഇനി കൗൺസിലിങ്ങിനകത്താണെങ്കിൽ കൗൺസിലേഴ്സ് പലപ്പോഴും പാസ്റ്റ് ഡ്രോമാസ് നമ്മൾ ഒഴിവാക്കാനാണ്, ഹീൽ ചെയ്യാനാണ് ശ്രമിക്കുക. മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ മെൻറ്റർ ഒരു വിധത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ കൺസൾട്ടിങ്ങിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരെ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ ബൗണ്ടറീസ്, റിലേഷൻഷിപ്പ് ബൗണ്ടറീസ് എവിടെ വരെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കോച്ചിങ്ങിൽ ഒരു പ്രൊഫഷണൽ ബൗണ്ടറി അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകും, അതുവരെയാണ്. കൗൺസിലേഴ്സിനാണെങ്കിൽ സ്ട്രിക്റ്റ് എത്തിക്കൽ ബൗണ്ടറീസ് ഉണ്ട്. ഇനി നമുക്ക് അതേസമയത്ത് മെൻറ്ററിങ്ങിനകത്ത് പേഴ്സണൽ കണക്ഷൻ അനുസരിച്ചാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇനി കൺസൾട്ടിങ്ങിനകത്ത് ആ പ്രോജക്റ്റിനകത്ത് ഡിഫൈൻ ചെയ്തേക്കും ഇന്ന തരും ഇന്ന തരില്ല, ഇത് കിട്ടൂല എന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ ഒരു മാറ്റം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ 4 പേർക്കും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്ലയൻറ്റ് വൾണറബിലിറ്റി,
കോച്ചിങ് സാധാരണഗതിയിൽ ഡീൽസ് വിത്ത് വൾണറബിലിറ്റി ഇൻ ഗോൾ സെറ്റിംഗ്, ഗോളിനകത്തുള്ള ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്. കൗൺസിലിംഗ് സാധാരണഗതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഇമോഷണൽ വൾണറബിലിറ്റി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ അവരുടെ കരിയറിനകത്ത് വരാവുന്ന വൾണറബിലിറ്റി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോട് കൂടിയാണ് നമുക്ക് ആ ഒരു കാര്യമാണ് മാറ്റിയെടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഫോക്കസ് കോച്ചിനാണെങ്കിൽ പലപ്പോഴും കോച്ച് ട്രെയിൻ ചെയ്യപ്പെടുന്നത് ക്ലയൻറ്റിന് സെൽഫായിട്ട് കോച്ചിങ് എടുക്കുന്ന, അവരെ കൊണ്ട് തന്നെ ആക്കിയെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇനി കൗൺസിലേഴ്സ് ആണെങ്കിൽ അവർ തെറാപ്പി എടുക്കാനായിട്ടും ഹീലിംഗ് എടുക്കാനായിട്ടുള്ള കഴിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ അവർക്ക് കരിയർ സ്കില്ലും നോളജും ഇമ്പാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ. ഇനി കൺസൾട്ടൻസിനാണെങ്കിൽ അവിടെ എക്സ്പേർട്ട് നോളജ് ടു പ്രോബ്ലം സോൾവ് ചെയ്യും, അതെങ്ങനെയാണ് കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. പിന്നെ ഇവരുടെ 4 പേരുടെ അപ്രോച്ച് തങ്ങളിലൊരു വ്യത്യാസമുണ്ട്. ഈ അപ്രോച്ചിനകത്ത് പ്രധാനമായിട്ടും കോച്ചിങ്ങിനകത്താണെങ്കിൽ സെൽഫ് ഇനിഷ്യേറ്റഡ് ചേഞ്ചാണ്, ഞാൻ തന്നെയാണ് എനിക്ക് മാറ്റം വേണമെന്ന്. കൗൺസിലിങ്ങിനകത്താണെങ്കിൽ തെറാപ്യൂട്ടിക് ചേഞ്ചസ് ആണ്, അപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ ഒരു ഗ്രാജുവൽ സ്കിൽ ഡെവലപ്മെൻറ്റാണ് ചെയ്യുന്നത്. കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ ഒരു പ്രോബ്ലം സ്പെസിഫിക് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. ഇനി ഈ ക്ലയൻറ്റിൻ്റെ സെൽഫ് അവെയർനെസ് വെച്ച് നോക്കുകയാണെങ്കിൽ കോച്ചിങ് കിട്ടിക്കഴിയുമ്പോൾ ഈ അവരുടെ എൻഹാൻസ് ദെയർ സെൽഫ് അവെയർനെസ്. കൗൺസിലിങ്ങിനകത്താണെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ അവെയർനെസ് കുറച്ചുകൂടെ ഡെപ്തിൽ താഴേക്ക് പോകാൻ പറ്റും. മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ സെൽഫ് അവെയർനെസ് ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, സ്കില്ല് മാത്രമേ നോക്കുകയുള്ളൂ. ഈ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ ഈ എംഫസൈസ് കൂടുതൽ കൊടുക്കുന്ന പ്രോബ്ലം അവെയർനെസ് ആണ്, സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ നമുക്കിത് 4 എടുത്തുകൊണ്ട് 4 കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ കോച്ചിങ്ങിനകത്ത് ഈ ക്ലയൻറ്റിൻ്റെ ഗോൾ അനുസരിച്ച് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഗോളും ചുരുങ്ങിയ സമയമുണ്ടെങ്കിൽ കോച്ചങ്ങ് ഭയങ്കര ഡെപ്തിൽ പോകും. അപ്പോൾ കൗൺസിലിംഗ് നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ ആവശ്യം അനുസരിച്ച് തെറാപ്പിയുടെ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ്. മെൻറ്ററിങ്ങാണ് ലെസ് ഇൻറ്റൻസീവാണ്. പിന്നെ നമുക്ക് കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പ്രോബ്ലത്തിൻ്റെ എർജൻസി ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് അതായിരിക്കും നോക്കുന്നത്, എന്നാൽ എർജൻസി ഇല്ലാത്തതാണെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും. പിന്നെ ഇവർ 4 പേരുടെ എത്തിക്സ് നോക്കുമ്പോൾ ഈ കോച്ചസ് സാധാരണഗതിയിൽ ഈ കോച്ച് നന്നായിട്ട് എത്തിക്സ് ഫോളോ ചെയ്യും. കൗൺസിലേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടും എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതനുസരിച്ച് തന്നെ പോകണം. മെൻറ്റേഴ്സ് വളരെ ഇൻഫോർമലായിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് കൺസൾട്ടൻറ്റിനാണെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സും സ്റ്റാൻഡേർഡും ഉണ്ട്. അതുപോലെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെ കോച്ചിങ്ങിനകത്താണെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ് ഫീഡ്ബാക്കാണ്. ആ സമയത്ത് കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം പ്രോഗ്രസ് ചെയ്യുകയാണോ, മാറുന്നുണ്ടോ, ഇതനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കും. മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തോ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ ഈ പ്രോബ്ലത്തിൻ്റെ ഇപ്പോൾ എങ്ങനെ നിൽക്കുന്ന പ്രോബ്ലം എന്നുള്ളത് വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നമുക്ക് തന്നെ സെൽഫായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഏത് നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം, ഏത് പ്രൊഫഷനിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. നമ്മളിതിൻ്റെ 4 പ്രൊഫഷൻ്റെയും കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോച്ചിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. പല മേഖലയിൽ 100 കണക്കിന് മേഖലയിൽ കോച്ചിങ് ഭയങ്കര വൈഡാണ്. കൗൺസിലിംഗ് കുറച്ചുകൂടെ നാരോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് കോണ്ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ മെൻറ്ററിങ്ങും ആ പർട്ടിക്കുലർ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് മെൻറ്റിയുടെ ആവശ്യം അനുസരിച്ചാണ്. കൺസൾട്ടിങ്ങിനകത്ത് വരുമ്പം അവരുടെ ആ ഒരു ബിസിനസ് പ്രോബ്ലം അതിനൊരു പരിഹാരം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ കോച്ചസിന് പലപ്പോഴും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ലൈഫ് ലൈനിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത ഒരാളിന് പിന്നീട് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് സർട്ടിഫിക്കേഷൻ എടുക്കാം, UK നിന്ന് സർട്ടിഫിക്കേഷൻ എടുക്കാം, US നിന്ന് സർട്ടിഫിക്കേഷൻ എടുക്കാം. ഇപ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓരോ മേഖലയിലും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ 300 അല്ല, പിന്നെ ഒരു 500 മേഖലകളിലെങ്കിലും നമുക്ക് ഈ കോച്ചസിന് നമുക്ക് കയറി ചെല്ലാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓരോ മേഖലയും നമ്മൾ
എക്സ്പേർട്ട് ആകുന്നതനുസരിച്ച് എനിക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്കുള്ള സർട്ടിഫിക്കേഷൻ നോക്കുന്നത് ഓൺലൈൻ കോഴ്സ് എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നൊരു ഒരു 500 കോഴ്സെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നെയുണ്ട്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ. അപ്പം അതെല്ലാം സർട്ടിഫിക്കേഷൻസാണ്. ഇവിടെ ഈ കൗൺസിലേഴ്സിന് ഈ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏത് രാജ്യത്താണെങ്കിലും തെറാപ്പി എന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും ലൈസൻസ് വേണം. മെൻറ്റേഴ്സിന് ലൈസൻസിൻ്റെ പ്രശ്നമേ ഇല്ല. കൺസൾട്ടൻസിന് അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഇൻഡസ്ട്രി വെച്ചിട്ട് റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ ഇവരുപയോഗിക്കുന്ന ബൗണ്ടറീസാണ്. ഇപ്പോൾ ഈ കോച്ചസ് എപ്പോഴും ഈ ക്ലിയർ പ്രൊഫഷണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നവരാണ്. കൗൺസിലേഴ്സിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ സേഫ്റ്റിയാണ് അവിടെ മുഖ്യം. അങ്ങനെ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യും. മെൻറ്ററിങ്ങിനകത്ത് അങ്ങനെ ബൗണ്ടറീസ് ഒന്നുമില്ല, ഫ്ലെക്സിബിളാണ്. കൺസൾട്ടിങ്ങിനകത്ത് എപ്പോഴും ഈ പ്രോജക്റ്റ് ഡിഫൈൻഡാണ്, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഈ ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഈ കോച്ചിങ്ങിനകത്ത് പ്രോ ആക്റ്റീവായിട്ടുള്ള ഈ ഇൻ്റർവെൻഷനാണ്. ഇഷ്യൂ വരണമെന്നില്ല, നമുക്ക് മുന്നേറി പോകുമ്പോൾ ഈ പ്രോബ്ലം വരാം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞ് നമ്മൾ നേരെ ഇൻ്റർവെൻഷൻ കൊടുക്കുകയാണ്. അതേസമയത്ത് കൗൺസിലിങ്ങിനകത്ത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ കൊടുക്കുക. നമുക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് ഓൾറെഡി, അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പലപ്പോഴും CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അത് എന്താ കാര്യം മനസ്സിലാക്കിച്ച് കൊടുക്കുക, എന്നിട്ട് ചിന്തയെ മാറ്റിക്കുകയാണ്. അപ്പം നമ്മൾ മെൻറ്ററിങ്ങിനകത്ത് എപ്പോഴും ഗൈഡഡ് ഇൻ്റർവെൻഷൻ, നന്നായിട്ട് ഇൻ്റർവെൻഷൻ ബേസ് ചെയ്ത് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ കൺസൾട്ടിങ്ങിനകത്ത് ഈ പറഞ്ഞതുപോലെ എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യണേ അവിടെ കൃത്യമായിട്ട് ഇൻ്റർവെൻഷൻ വേണം. ഇതിൻ്റെ ലീഗൽ ഓബ്ലിഗേഷൻസ് എടുക്കുമ്പോൾ ഈ കോച്ചസിന് അധികം ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല. ആ എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞേക്കുമ്പോഴും നമ്മൾ ഇന്നതുപോലൊക്കെ അതുകൊണ്ട് അധികം ലയബിലിറ്റീസ് കോച്ചിന് വരില്ല. പിന്നെ ഈ കൗൺസിലേഴ്സിന് ലീഗൽ ഓബ്ലിഗേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടത് ചിലപ്പോൾ ലിറ്റിഗേഷൻസ് വരാനുള്ള ചാൻസസും ഉണ്ട്. ഇനി മെൻറ്റേഴ്സിനകത്ത് ഇങ്ങനൊരു സംഭവമൊന്നുമില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഓബ്ലിഗേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കൺസൾട്ടിങ്ങിനകത്തല്ല, ഒരു കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷനാണ്, കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അനുസരിച്ച്. ഇനി അതുപോലെ ഇതിനകത്തുള്ളൊരു ഇൻട്രസ്റ്റ് എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിനകത്ത് വന്നിട്ട് ആരാണ് ഏതിലേക്കാണ്. അപ്പോൾ അതിനകത്ത് ഏതാണോ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് 4 എന്തെടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 4 നല്ല പ്രൊഫഷൻസാണ്. ലോകത്തിൽ നന്നായിട്ട് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 പ്രൊഫഷൻസാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോച്ചിങ്ങിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സെഷൻസ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ പെട്ടെന്ന് ഡേറ്റ്സ് കൊടുക്കും. പക്ഷേ കോച്ച് ഭയങ്കര തിരക്കുള്ള ആളാണെങ്കിലോ അപ്പോൾ അതനുസരിച്ച് പിന്നെ അവർ ഒരു പ്രായോഗികമാക്കിയിട്ട് വരേണ്ടതുണ്ട്. കൗൺസിലിങ്ങിൻ്റെ അടുത്ത് ചിലപ്പം ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് അവർ ഹീൽ ചെയ്യുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. മെൻറ്ററിങ്ങിനകത്ത് പലപ്പോഴും കൂടെ തന്നെ ആയിരിക്കും, പിന്നെ അവരൊന്നിച്ചായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും. കൺസൾട്ടിങ്ങിനകത്ത് ഈ പ്രോജക്റ്റിൻ്റെത് പോലെ ഇരിക്കും. പ്രോജക്റ്റ് വളരെ ഇൻറ്റൻസീവാണ്, വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ അതനുസരിച്ച് സംഭവം മാറ്റും. ഇവിടെ നമുക്ക് ഈ ഗോൾ അലൈൻമെൻറ്റ് ഇതുമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? കോച്ചിങ്ങിനകത്ത് ഈ ക്ലയൻറ്റിൻ്റെ ഗോളുമായിട്ട് കോച്ച് എപ്പോഴും അലൈൻഡാണ്. കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് ഗോളാണ് നോക്കുന്നത്. ആ സമയത്ത് മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ അവരുടെ കരിയർ സ്കില്ല് അച്ചീവ് ചെയ്തോ, ഡെവലപ്പ് ചെയ്തോ, അതാണ്. അതേസമയത്ത് നമുക്ക് കൺസൾട്ടിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന മുഴുവനും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കോച്ചിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് ഒരു 200ഓളം കോച്ചിങ് ടൂൾ ഉപയോഗിക്കണം. അപ്പോൾ ടൂൾസ്, അപ്പോൾ ആ ഫ്രെയിം വർക്കിനകത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ കോച്ചിങ് പ്രോട്ടോക്കോളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സാധാരണഗതി 20 സ്റ്റെപ്പ് പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്കറിയാം എന്നോട് വെച്ച് ഇന്ന ആ ടൂൾ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതായിരുന്നല്ലോ എൻ്റെ പ്രോബ്ലം എന്ന് ഇപ്പോൾ ഇത് മാറ്റിയാൽ എൻ്റെ ലൈഫിൽ മാറ്റം വരുമല്ലോ എന്ന് പെട്ടെന്ന് കോച്ച് റിയലൈസ് ചെയ്യപ്പെടും. അപ്പോൾ കൗൺസിലിങ്ങിനകത്താണെങ്കിൽ തെറാപ്യൂട്ടിക് ടൂൾസാണ്. അപ്പം കോച്ചിങ്ങിനകത്ത് ടൂൾ കൂടുതൽ, അത്രയും ടൂൾസിൻ്റെ ആവശ്യമില്ല നമ്മളെ കൗൺസിലിങ്ങിനകത്ത്. മെൻറ്ററിങ്ങിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോളജ് ഷെയറിങ്ങേ ഉള്ളൂ, ടൂളിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കൺസൾട്ടിങ്ങിനകത്ത് ടൂൾസ് ഉണ്ട്, ടൂൾസിനെ കഴിഞ്ഞ് കൂടുതലും മെത്തഡോളജീസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അവർ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫോർമാലിറ്റി നോക്കുമ്പോൾ
കോച്ചിങ് കൂടുതലും ഫോർമൽ സിറ്റുവേഷനിലാണ്, വളരെ ഇൻഫോർമലായിട്ട് ചിലപ്പോൾ വേണ്ടി നടക്കാം. ഇനി ഈ കൗൺസിലിങ്ങിനകത്ത് ഒരു തെറാപ്യൂട്ടിക് സെറ്റിങ്ങിൽ തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ നോക്കുന്ന പോലെ തന്നെ. ഇനി മെൻറ്ററിങ് ഫോർമലോ ഇൻഫോർമലോ ആകാം. ഇനി കൺസൾട്ടിങ്ങിനകത്താകുമ്പോൾ എപ്പോഴും ഒരു ബിസിനസ് സിനാരിയോയ്ക്കകത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ സെറ്റിങ്ങിനകത്ത് ഒന്നുകൊണ്ടാണ്. ഇനി ഇതിനകത്ത് വരുന്ന റിസ്ക് മാനേജ് ചെയ്യുന്നത്, അപ്പോൾ ഈ കോച്ച് സാധാരണഗതിയിൽ അവർ ഈ ക്ലയൻറ്റിൻ്റെ പ്രോഗ്രസ്സുമായിട്ട് വരുമ്പം വരാവുന്ന റിസ്ക് നേരത്തെ തന്നെ ധരിപ്പിച്ച് കൊടുത്തിട്ട് അവർ ആ റിസ്ക് വരാത്ത രീതിയിൽ അവർ മാനേജ് ചെയ്യും. അതേപോലെ കോച്ച് നമ്മൾ കൗൺസിലിങ്ങിനകത്താണെങ്കിൽ മെൻ്റൽ ഹെൽത്തിനകത്ത് ഒരുപാട് റിസ്ക് വരും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ ട്രോമ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ട്രിഗർ കയറി പോയിട്ട് ചിലപ്പോൾ അവർ സൂയിസൈഡ് ചെയ്യാൻ ചിലപ്പം ഫൈനലി അങ്ങ് തീരുമാനിച്ചു എന്ന് വരും. അപ്പം നമ്മളത് പാസ്റ്റ് മെമ്മറീസ് ട്രോമയൊക്കെ ഓപ്പൺ ചെയ്യുമ്പം എക്സ്പീരിയൻസ്ഡ് കൗൺസിലേഴ്സ് വളരെ സൂക്ഷിച്ചായിരിക്കും അത് ചെയ്യുന്നത്. പലപ്പോഴും മെറ്റഫോറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. മെൻറ്ററിനകത്ത് ഇങ്ങനത്തെ പ്രശ്നമേ ഇല്ല, അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക മാത്രം. ഇനി ഈ കൺസൾട്ടിങ്ങിനകത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ കോച്ചിങ്ങിനകത്ത് നടക്കുന്നത് എപ്പോഴും ഈ കോച്ച് അവിടെ ക്ലയൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കാനായിട്ട് ഏൽപ്പിക്കുക, ക്ലയൻറ്റ് തന്നെയാണ്. കൗൺസിലിങ്ങിനകത്ത് ഒരു ഇമോഷണൽ അക്കൗണ്ടബിലിറ്റിയാണ് കൊണ്ടുവെക്കുകയാണ്. മെൻറ്ററിങ്ങിനകത്ത് മെൻറ്റി അക്കൗണ്ടബിൾ ആകണം. ഇനി നമുക്ക് കൺസൾട്ടിങ്ങിനകത്ത് അങ്ങനെയല്ല, പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിട്ട് കൺസൾട്ടൻ്റ് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഇതിനകത്ത് ഈ 4 പ്രൊഫഷനിലും കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്താൽ എന്താ? കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോച്ചിനാണെങ്കിലും സാധാരണഗതിയിൽ റെയറാണ്. സാധാരണഗതി കോച്ച്, അപ്പോൾ എൻ്റെ കീഴിൽ കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അവരൊരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പുതിയതായിട്ട് വരുന്ന കോച്ചിൻ്റെ അടുത്ത് പറയാറില്ല. ഇനി അഥവാ പറഞ്ഞാലും പേരോ ക്ലൂവോ ഒന്നും കൊടുക്കാതായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് യാതൊരു വിധത്തിലും കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാറില്ല. പിന്നെ കൗൺസിലിങ്ങിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യുന്ന ഹൈലി അൺഎത്തിക്കലാണ്. അപ്പോൾ അതും വളരെ ഇതാണ്. പിന്നെ ഈ മെൻറ്ററിങ്ങിനകത്ത് ഇങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാത്തൊരു സ്കില്ല് വേറൊരാളെ പഠിപ്പിച്ചെടുക്കുന്നത്. കൺസൾട്ടിങ്ങിനകത്ത് എപ്പോഴും എന്താണ് കൃത്യമായിട്ടും നമ്മളത് പാലിച്ചിരിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. കാരണം അത് നമുക്ക് വലിയ തുകയിലേക്ക് വരാവുന്ന കാര്യങ്ങളാണ്. ഇനി ഈ 4 പ്രൊഫഷണൽ എംപവർ ചെയ്യുന്നത് കോച്ചിങ്ങിനകത്ത് വരുമ്പോൾ, കോച്ചിങ്ങിനകത്ത് നമുക്ക് ഈ ക്ലയൻറ്റിനെ ചോയ്സസ് എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻസ് എടുക്കാനായിട്ട് എംപവർ ചെയ്യുകയാണ്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. കൗൺസിലിങ്ങിനകത്ത് അങ്ങനെയല്ല, ചാലഞ്ചസുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുകയാണ്. മെൻറ്ററിങ്ങിനകത്ത് അങ്ങനെയല്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്ക് കൺസൾട്ടിങ്ങിനകത്ത് വരുമ്പോഴത്തേക്കും അവരുടെ പ്രശ്നം പരിഹരിക്കണം, എക്സ്പെർട്ട് സൊല്യൂഷൻ കൊടുക്കണം. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നത് ഈ 4 ഇതിൽ നോക്കുമ്പോൾ കോച്ചിങ്ങിനകത്ത് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട്, ഗോള് പെർസ്യൂ ചെയ്യാനായിട്ട് ഇമോഷണലി കോച്ച് സപ്പോർട്ട് കൊടുക്കും. കൗൺസിലിങ്ങിനകത്ത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത് മെൻ്റൽ ഇഷ്യൂസുമായിട്ട് വരുന്നതിൽ അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ്. ഈ മെൻറ്ററിങ്ങിനകത്തൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടേ ഉള്ളൂ. ഈ കൺസൾട്ടിങ്ങിനകത്ത് തീരെ ഇമോഷണൽ സപ്പോർട്ടില്ല, പ്രൊഫഷണൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഈ 4 പ്രൊഫഷനിലും നമ്മൾ ഒരു ഫോർമൽ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ കോച്ചിന് എപ്പോഴും വളരെ ഫോർമലായിട്ടുള്ള ഒരു കോച്ച് ട്രെയിനിങ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എവിടെയാണെങ്കിൽ നമ്മളൊരു 4 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടെ കുറേശ്ശെ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, കാരണം പഠിച്ചിട്ട് ചെയ്യുകയല്ല, നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കേണ്ട, ഏതായാലും നിയർലി 1 ഇയറോളം ഫോളോ അപ്പ് ചെയ്യണം, പലതും പഠിപ്പിച്ചു കൊടുക്കണം ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിന് ട്രെയിനിങ് വേണം. ആ സമയത്ത് കൗൺസിലിങ്ങിനകത്താണെങ്കിൽ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പ്ലസ് ഒരു ലൈസൻസിങ് ഫോർമാലിറ്റി, പിന്നെ ഇത് ശകലം പ്രാക്ടീസ്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. മെൻറ്ററിങ്ങിനകത്ത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു ഫോർമൽ ട്രെയിനിങ്ങേ ഇല്ല. അപ്പോൾ എന്താണ്, നമുക്കറിയാവുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക. കൺസൾട്ടിങ്ങിനകത്ത് അതല്ല, കൺസൾട്ടിങ്ങിനകത്ത് ട്രെയിനിങ് ഒക്കെ എടുത്ത ഓർഗനൈസേഷൻ ഒരു ഡൊമൈൻ്റെ നമുക്ക് കോച്ചിങ്ങിനാണെങ്കിൽ കൃത്യമായ ഫോർമൽ ട്രെയിനിങ്ങും പലപ്പോഴും കുറച്ച് എക്സ്പീരിയൻസും. അപ്പോൾ ഇവിടെ നമ്മൾ 4 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓരോ ക്ലയൻറ്റ് വരുന്നതനുസരിച്ച് അതിൻ്റെ വൈവിധ്യങ്ങളനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന്
അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ വരും, പരിഹാരങ്ങൾ ചോദിച്ച്. അപ്പം ലൈഫ് ലൈനിൻ്റെ കോച്ചായിട്ടാണ് നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവർ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇയറോളം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കൗൺസിലിങ്ങിനകത്താണെങ്കിൽ കൗൺസിലിംഗ് ഫോർമൽ എഡ്യൂക്കേഷൻ വേണം, സൈക്കോളജി ഡിഗ്രി വേണം, PG വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പേർട്ട് കാണിച്ചു കൊടുക്കണം. ലൈസൻസിങ്ങിന് വേണ്ടി പലപ്പോഴും ഇത് കാണും. ഇനി മെൻറ്ററിങ്ങിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു ഫോർമൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. കൺസൾട്ടിങ്ങിനകത്ത് ഇപ്പോൾ കൺസൾട്ടിങ്ങിന് ഏണസ്റ്റ് ആൻഡ് യങ് അല്ലെങ്കിൽ മക്കിൻസി അവരൊക്കെ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു 4 കോടി 5 കോടിയുടെ ഒരു കൺസൾട്ടിങ് വർക്കാണെങ്കിൽ അവരത് പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വരുന്നത് ചിലപ്പോൾ 26 വയസ്സുള്ളൊരു പെൺകുട്ടിയോ ഇല്ല 28 വയസ്സുള്ളൊരു ആൺകുട്ടിയോ അയാളായിരിക്കും വന്ന് കൃത്യമായി ഇതെല്ലാം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ അവർ ഒറ്റ ആളെ 2 പേരെ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ അവർ തരുന്നത് അവരുടെ ഗ്ലോബലി ഉള്ള അവരുടെ പഠനത്തിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഡെലിവർ ചെയ്യുന്നത്, കൺസൾട്ടിങ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ കോച്ചിങ്ങിനകത്ത് പലപ്പോഴും ഇതെങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോച്ചിങ്ങിനകത്ത് ചില മെട്രിക്സ് ഉണ്ട്, അളക്കാവുന്ന പ്രോഗ്രസ് അളക്കാവുന്ന. കൗൺസിലിങ്ങിനകത്ത് നമുക്ക് വെൽബീയിങ് പിന്നെ സിംറ്റംസ് നോക്കിയിട്ട് സിംറ്റംസ് റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. അതുപോലെ തന്നെ മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ നമുക്ക് ആ സ്കില്ല് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടോ, സ്കില്ല് നേടിയിട്ടുണ്ടോ. ഇനി കൺസൾട്ടിങ്ങിനകത്ത് അവരുടെ പ്രശ്നം പരിഹരിച്ച് അവർ പ്രോഫിറ്റിലോട്ട് നല്ല എടുത്തു പോയിട്ടുണ്ടോ. പിന്നെ ഈ ലൈഫ് സ്പാൻ ഇതിൻ്റെ റിലേഷൻഷിപ്പിന് എത്ര കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ, കോച്ചിങ്ങിനകത്താണെങ്കിൽ പലപ്പോഴും നമുക്കൊരു ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് എൻഡ് ചെയ്യുകയാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞേക്കും, 6 മാസം 1 വർഷം എന്നൊക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് എൻഡ് ചെയ്യുകയാണ്. കൗൺസിലിങ്ങിനകത്ത് നമുക്ക് സിംറ്റംസ് പോയി, ആരോഗ്യ പ്രശ്നം പോയി, മാനസികാരോഗ്യ പ്രശ്നം മാറുന്നതോടുകൂടി തീർന്നു. മെൻറ്ററിങ്ങിനകത്ത് സ്കില്ല് അക്യൂർ ചെയ്ത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതോടുകൂടി തീർന്നു. കൺസൾട്ടിങ്ങിനകത്ത് ആ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നവരത്തേക്കും, നമ്മൾ റിസൾട്ട് നേടുന്നവരത്തേക്കും. ഇനി നമുക്ക് ഈ 4 പ്രൊഫഷനിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്? സാധാരണഗതിയിൽ കോച്ചിങ്ങിനകത്ത് ക്ലയൻ്റാണ് ഓൺ ചെയ്യുന്നത്, പ്രോബ്ലത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്, കോച്ച് ഗൈഡ് ചെയ്യുകയാണ്. അപ്പം വ്യക്തിപരമായിട്ട് റിസ്ക് കോച്ചിന് വളരെ കുറവാണ്. സൊല്യൂഷൻ കൊടുക്കുക, പ്രോബ്ലത്തിന് പരിഹാരം വേണം, ഇങ്ങനെ ഗോള് സെറ്റ് ചെയ്തിട്ട് അവിടെ എത്താനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക. ഇനി കൗൺസിലിങ്ങിനകത്താണെങ്കിൽ പ്രധാനമായിട്ട് ഇമോഷണൽ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളത് എന്തായാലും അവിടെ കൗൺസിലർക്ക് കാര്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇനി മെൻറ്ററാണെങ്കിൽ അവിടെ ഒരു സംഭവമേ ഇല്ല, ഇങ്ങനെ ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും മെൻറ്റിയുടേതാണ്. അതേസമയത്ത് കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ക്ലയൻറ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ കൺസൾട്ടൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, അവർ ഓൺ ചെയ്യും. ഇനി ഇതിൻ്റെ 4 പ്രൊഫഷൻ്റെ ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ, ഈ കോച്ചിങ്ങിന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 500ഓളം മേഖലകളിലേക്ക് കോച്ചിങ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലയൻറ്റിന് അവർക്ക് ആ ചേരുന്ന രീതിയിൽ. കൗൺസിലിംഗ് വരുമ്പോഴത്തേക്കും അവർ ചേഞ്ചിങ് കണ്ടീഷൻസ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റും ഒക്കെ വെച്ച് ക്ലയൻറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് പോകുന്നത്. മെൻറ്ററിങ് ആണെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് മാത്രമാണ്. കൺസൾട്ടൻസി ആണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം പരിഹരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്പ് അഡോപ്റ്റ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം, അത് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു. ഇനി ക്ലയൻറ്റ് എൻഗേജ് ചെയ്യുന്ന രീതി നമ്മൾ നോക്കുമ്പോഴത്തേക്കും, ഈ കോച്ചിങ്ങിനകത്താണെങ്കിൽ ഈ ആക്റ്റീവ് ക്ലയൻറ്റ് എൻഗേജ്മെൻ്റ് ആണ്. ക്ലയൻറ്റ് തയ്യാറാകണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൗൺസിലിംഗ് ആണെങ്കിൽ പലപ്പോഴും ക്ലയൻറ്റ് ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാണ്, ഡീപ്പ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ് കൊണ്ടുവരണം. ഇനി നമുക്ക് മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ മെൻറ്റി കയറി എൻഗേജ് ചെയ്യണം, മെൻറ്റി ആവശ്യമുണ്ട് ഇങ്ങോട്ട് വരണം. ഇനി കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരത്തേക്കും, അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരത്തേക്കും നമ്മൾ എൻഗേജ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ കോച്ചിന് ലീഗൽ റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. കാരണം വെച്ചാൽ കാണിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ലക്ഷ്യത്തിലേക്ക് പോവുക. കൗൺസിലേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ ഓബ്ലിഗേഷൻ, ക്ലയൻറ്റിൻ്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഇനി മെൻറ്റർക്കാണ് വളരെ ലിമിറ്റഡ് ലീഗൽ ഓബ്ലിഗേഷൻ റെസ്പോൺസിബിലിറ്റി മാത്രമേ, എത്തിക്കലായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൺസൾട്ടൻ്റിനാണെങ്കിൽ കുറച്ചുകൂടെ ഭാരിച്ച കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷനാണ്. അതനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച്
നമുക്ക് നടക്കേണ്ടതുണ്ട്. ഇനി ഇവർ മുന്നോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും കോച്ചിനാണെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, അപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഡിസ്കവറിയിലാണ്. എവിടെയാണ് ഫോക്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോച്ച് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസിങ് ഓൺ സെൽഫ് ഡിസ്കവറി. അപ്പോൾ അതിന് പറ്റിയ ആ സെൽഫ് ഡിസ്കവറി നടത്തിയിട്ട് നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കി ഇതും കൊണ്ട് നമുക്ക് എല്ലാം പരിഹരിക്കാൻ പറ്റും. ഇനി കൗൺസിലിങ്ങിനകത്താണെങ്കിൽ സെൽഫ് ഡിസ്കവറി എടുക്കുന്നത് ഇമോഷണൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ തന്നെ ആയിരിക്കും ഉത്തരവാദി. ഇനി മെൻറ്ററിങ്ങിനകത്താണെങ്കിൽ അപ്പോൾ അവിടെ സ്കില്ല് കൊടുക്കുക, അപ്പോൾ സെൽഫ് ഡിസ്കവറി ഒന്നുമില്ല. ഇനി നമ്മൾ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ അവിടുത്തെ പ്രോബ്ലം എംഫസൈസ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിന് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുക. ഇനി ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എപ്പോഴും കോച്ചിങ്ങിനകത്താണ്. ഇനോർമസ് ഹ്യൂജ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടക്കും. അവിടെ അങ്ങനെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടത്തി തന്നെയാണ് ഈ കോച്ചീസിനെ നമ്മൾ മുന്നോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൗൺസിലിങ്ങിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഗ്രോത്താണ്. അങ്ങനെ ആ ഗ്രോത്തിൻ്റെ ആവശ്യമുള്ളപ്പോഴാണ്. മെൻറ്ററിങ്ങിനകത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുവഴി ഡെവലപ്പ് ചെയ്യുക. ഇനി കൺസൾട്ടിങ്ങിനകത്ത് വരുമ്പോഴത്തേക്കും ടെക്നിക്കൽ പ്രോബ്ലമാണ്. ആ ടെക്നിക്കൽ പ്രോബ്ലത്തിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കോച്ചസിന് വളരെ എത്തിക്കൽ കോഡ്സ് ഉണ്ട്. കോച്ച് പഠിച്ചിരിക്കണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒരു കോച്ചിൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ്. കൗൺസിലേഴ്സിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഈ മെൻറ്റേഴ്സിന് അങ്ങനെയൊന്നുമില്ല. ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ചിലപ്പോൾ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇനി ഇപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ മേലിലൊക്കെ ഒരുപാട് മെൻറ്ററിങ് നടക്കുന്നതാണ്. ഇനി നമ്മൾ കൺസൾട്ടൻസ് ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ആ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും ഉള്ളത്. ഇനി ഇപ്പോൾ ഈ ലോയേഴ്സിനൊക്കെ ആണെങ്കിൽ വരുന്നത് ആ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്. പിന്നെ നമ്മൾ ഇൻ്റർവെൻഷൻ, എത്രമാത്രം ഇൻ്റർവെൻഷൻ്റെ ഡെപ്ത്ത് ആഴത്തിലേക്ക് പോകും. കോച്ചിങ് അകത്താണെങ്കിൽ ഇൻ്റർവെൻഷൻ പൊതുവെ ടിപ്പിക്കലി മോഡറേറ്റ് ആണ്, ഒത്തിരി ആഴത്തിൽ പോകില്ല. കൗൺസിലിങ്ങിനകത്ത് അങ്ങനെയല്ല, വളരെ ഡീപ്പായിട്ട് പോകണം. ഇനി മെൻറ്ററിങ്ങിനകത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും ഇൻ്റർവെൻഷൻ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി കൺസൾട്ടിങ്ങിനകത്ത് നോക്കുമ്പോൾ ഇൻ്റർവെൻഷൻ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് ഡെപ്ത് വേണമെങ്കിൽ മാത്രം പോകും, അല്ലെങ്കിൽ ഷാലോ ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി ഈ 4 എണ്ണത്തിൽ ഏതിനാണ് കൂടുതൽ വരുമാനം? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതായിരിക്കും നോക്കിയിരിക്കുന്നത്. വരുമാന സംശയമൊന്നുമില്ല. വ്യക്തിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കോച്ചിനാണ്. അപ്പോൾ കോച്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 1 ഇയർ കോച്ചിങ് ആണെങ്കിൽ 52 ആഴ്ച കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട പ്രാക്ടീസ് ലഭിച്ചിട്ടുള്ള ഒരു കോച്ചാണെങ്കിൽ എങ്ങനെയാണേലും സാധാരണ ഒരു 2 ലക്ഷം രൂപയെങ്കിലും ചാർജ് ചെയ്യും. കോച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് 2 ലാക്സേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന നേട്ടം ഒരു 20 ലക്ഷത്തിൻ്റെയോ 2 കോടിയുടെയോ അത്രയും നമ്മുടെ ഒരു ലക്ഷ്യം നേടാനായിട്ട് അവരെ കോച്ച് അത്രയും വളർത്തും. അപ്പോൾ കോച്ചിന് വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ കോച്ചാണ് ഇതിനകത്ത് നമുക്ക് വരുമാനം കൂടുതൽ വരുന്നത്. പിന്നെ കൗൺസിലിങ്ങിനകത്ത് എടുക്കുമ്പോഴത്തേക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ റെയർ കൗൺസിലേഴ്സ് ആണെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് 10,000 രൂപ, പലപ്പോഴും ഒരുവിധം എക്സ്പെർട്ടായിട്ടുള്ള 5,000 രൂപ, പിന്നെ ചിലപ്പം 3,000. യൂഷ്വലി നമുക്ക് നടത്തുന്ന 1,000 ഈ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് അത് ആ പ്രൊഫഷനിൽ അങ്ങനെ പോകും. ഇപ്പം തന്നെയല്ല, ഇതൊരു തെറാപ്യൂട്ടിക് ഇതായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, കൗൺസിലേഴ്സിന് ഒരുപാട് ആരോഗ്യ പ്രശ്നം, കാരണം എപ്പോഴും നെഗറ്റീവ് മാത്രമല്ലേ. പക്ഷേ കോച്ചിന് ആ പ്രശ്നമില്ല, കാരണം എപ്പോഴും നമ്മൾ ഒരു വലിയ ഗോളിലേക്ക് പോകാൻ പോകുന്നതുകൊണ്ട് ആ ഒരു ഓറിയൻറ്റേഷൻ ആയിരിക്കും. അതിനകത്ത് മെൻറ്റേഴ്സിന് ഈ പറഞ്ഞ ഈ 2 റിസ്ക്കും ഇല്ല. കാരണം നമുക്ക് അറിയാവുന്നൊരു കാര്യം നമ്മുടെ കൂടെ ഒരു ട്രെയിനി ആയിട്ട് ഇന്ത്യനായിട്ടോ അതിൽ വന്നിരുന്നിട്ട് അവർ പഠിച്ചിട്ട് പോവുകയും നമ്മളെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംശയം ചോദിക്കുക, റിഗാർഡ് ചെയ്യുകയും ഫീസ് ചാർജ് ചെയ്യാതെ കാണും, എങ്ങനെ വേണം ചെയ്യാം. പിന്നെ പൈസ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വലിയ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം, 5 ലക്ഷം, 12 ലക്ഷം, 50 ലക്ഷം ഇതൊക്കെ വരുന്നുണ്ട്. ഈ ചെറുതായിട്ട് 5 കോടി, 12 കോടി, 200 കോടി അങ്ങനെ വരുന്നതുമുണ്ട്.
അപ്പോൾ ഈ കേരളത്തിൽ മക്കിൻസി ഉണ്ട്, ഏണസ്റ്റ് ആൻഡ് യങ് EY ഉണ്ട്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉണ്ട്, KPMG ഉണ്ട്. ഇവരെല്ലാം കേരളത്തിൽ തന്നെയുണ്ട്. ഇവിടുത്തെ ഈ വലിയ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കൺസൾട്ടൻസി കമ്പനികൾക്ക് വലിയ ഒരു സ്ഥാനമാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് അത്രയും കൊടുക്കത്തില്ല. അപ്പോൾ എൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ള ബില്യനെയർ മൈൻഡ് സെറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുമൊക്കെ നല്ലൊരു നിലയിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കോച്ചിങ് എടുക്കാറില്ല. ഞാൻ ഇവിടെ പോകാനാണ് പറയുന്നത് ഇവരുമായിട്ട്. കാരണം അവരുടെ പ്രോബ്ലംസ് അത്രയും വലുതാണ്. അപ്പോൾ ഇവരെ ഡീൽ ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും ടൈം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരിലേക്കാണ് എപ്പോഴും നമ്മൾ വിടാറുള്ളത്. നമ്മളെപ്പോഴും ഒരു മീഡിയം റേഞ്ച്, ഒരു ആന്ത്രപ്രണർ ആദ്യം രക്ഷപ്പെട്ട് തുടങ്ങി ഇനി അങ്ങോട്ട് പറന്നു പോകാനുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അപ്രോച്ച് ടു ക്ലയൻറ്റ് ഇഷ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നോക്കുന്നത് ഈ കോച്ചിങ്ങിനകത്ത് വരുന്ന ഓരോ ഇഷ്യൂവും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കോച്ച് എടുക്കുക. കൗൺസിലിങ്ങിനകത്ത് അങ്ങനെയല്ല. പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അവർ കൺഫ്രണ്ട് ചെയ്യും. അതിനകത്തോടെ ഹീൽ ചെയ്ത ഇഷ്യൂസ് പലതും ഹീൽ ചെയ്ത് പുറത്ത് കൊണ്ടുവരണം. മെൻറ്ററിങ്ങിനകത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും സാധാരണഗതിയിൽ വരാറില്ല. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കൺസൾട്ടിങ്ങിനകത്താണെങ്കിൽ വരും, പക്ഷേ അവരതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് അവർ ഭയങ്കര വിദഗ്ധരാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് 4 നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒരുപാട് വർഷമായിട്ട് 5-8 വർഷമായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് കൗൺസിലേഴ്സ് ട്രെയിനിങ്ങിന് ശേഷം ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞാൻ കോച്ചിങ്ങിന്, അതിന് മുമ്പ് എടുത്തിരുന്നില്ല, കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത്. കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല, മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ വളരെ സീനിയറായിട്ടുള്ള സ്റ്റുഡൻസിന് ഞാൻ മെൻറ്ററിങ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഒരു കരിയർ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.